അർച്ചന സച്ചേട്ടാ, വിഷമിക്കില്ല അർച്ചന. എടുത്തി, ഇതോരോ കഷ്ടകാലങ്ങളാണെന്ന് കരുതിയാൽ മതി. ഇതിനൊക്കെ പരിഹാരവും ഉണ്ടാവും. ചെയ്യാത്ത കുറ്റം ചുമത്തി എന്നെ ഇവിടെ കൊണ്ടിടാൻ ഞാൻ എന്ത് തെറ്റാ സച്ചേട്ട ഇവരോടൊക്കെ ചെയ്ത്? കരയില്ല അർച്ചന, അവര് ഒത്തിരി ഉപദ്രവിച്ചു അല്ലേ? അതൊന്നും സാരമില്ല, എത്ര വേണേലും തല്ലിക്കോട്ടെ, എന്ത് സഹിക്കാം ഞാൻ. എനിക്കെന്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയാൽ മതി. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അർച്ചന, അതെനിക്ക് ഉറപ്പാ. എന്നെ ഓർമ്മയുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? എനിക്ക് മറക്കാൻ പറ്റുമോ? അന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ? നിങ്ങളന്ന് വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊല്ലുമായിരുന്നു. എന്തായാലും അന്ന് കണ്ടപ്പോ നമ്മൾ ആരെങ്കിലും ഓർത്തോ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന്? അന്ന് സച്ചേട്ടൻ മീനാക്ഷി രക്ഷിച്ചെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി മീനാക്ഷി ഒത്തിരി തല്ലുകൊണ്ടു. എന്നെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ വയ്യാതെ മീനാക്ഷി ആ ACPയുടെ കൈയിൽ കയറി പിടിച്ചു. അവരെ തല്ലാനും കൈയോങ്ങി. ആ ACP സഹീറ നമ്മളോടൊക്കെ എന്തോ വ്യക്തിവൈരാഗ്യം തീർക്കുക. അവരാരുടെയോ ഭാഗമാണ്, അതിലൊരു സംശയവും വേണ്ട. അർച്ചനെ പോലൊരു പെൺകുട്ടി ഒരിക്കലും ഒരു കുഞ്ഞിനെ മോഷ്ടിക്കില്ല. അല്ല, ഈ ACPയുടെ കയ്യിൽ നിന്നും നമ്മളിനി എങ്ങനെ രക്ഷപ്പെടും? ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങള് എന്റെ വീടായ ചെമ്പകമംഗലത്ത് ചെല്ലണം. എന്റെ മുത്തശ്ശിയ ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മ. നിങ്ങൾ മുത്തശ്ശിയും എന്റെ ഭർത്താവ് കാർത്തിയേട്ടനെയും കാണണം. കാർത്തിയേട്ടൻ ACP ആയിരുന്നു.